SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പ്രതിയായ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ എസ് ശശിധരൻ ഇന്ന് ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരാകും. വിജിലൻസ് നൽകിയ അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ SIT തലവൻ കൂടിയായ SP വ്യക്തത വരുത്തി. കോടതിയുടെ നിർദ്ദേശമനുസരിച്ചാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ നേരിട്ട് ഹാജരാകുന്നത്. സജോ ദേവസിയുടെ വിശദാംശങ്ങൾ നൽകാൻ. സജോ, കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇന്നിപ്പോൾ ഹാജരാകുമ്പോൾ അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ വ്യക്തത വരുത്തുക എന്നുള്ളതാണ്. എന്തായിരിക്കും കോടതിയിലെ മറ്റ് നടപടിക്രമം? ശ്രുതി ഷിഹാസ്, അതായത് ഈ കേസിലെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് അപൂർണം എന്നാണ് കോടതി നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ എത്ര കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്നടക്കം ആ കേസിലെ ആ ഘട്ടത്തിൽ, അതായത് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിച്ച വേളയിലെ അന്വേഷണത്തിന്റെ സ്വഭാവം, സ്ഥിതി, തലസ്ഥിതി എന്നിവ സംബന്ധിച്ച് റിപ്പോർട്ടിൽ വ്യക്തത പോരാ എന്നാണ് കോടതി ചൂണ്ടിക്കാണിച്ചത്. SIT തലവൻ SP എസ് ശശിധരനാണ്. അദ്ദേഹം ഇന്ന് നേരിട്ട് കോടതിയിൽ ഹാജരാകും. നേരത്തെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് അടക്കം ചൂണ്ടിക്കാണിച്ച കാര്യം 17 കേസുകളിൽ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു എന്നാണ്. അതേസമയം 30 കേസുകളിൽ മതിയായ തെളിവുകൾ ലഭ്യമായിട്ടില്ല എന്ന് വെച്ചാൽ ഇനിയും മതിയായ രേഖകൾ ലഭ്യമായിട്ടില്ല എന്ന ഒരു വാദവുമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അപ്പോൾ ഹർജിക്കാരൻ MS അനിലാണ് ഈ കാര്യത്തിൽ ഉൾപ്പെടെ അവ്യക്തത നിലനിൽക്കുന്നു, അന്വേഷണ പുരോഗതിയുടെ കാര്യത്തിലൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് എന്താണ് എന്ന് വിശദീകരിക്കും കോടതിയിൽ എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ അപ്പോൾ വേഗത്തിൽ ഈ അന്വേഷണം പൂർത്തീകരിച്ച റിപ്പോർട്ടുകൾ സമയബന്ധിതമായി നൽകണം എന്ന ആവശ്യമടക്കം ഹർജിക്കാരന്റെ ഭാഗത്തു നിന്നുണ്ട്. ആ കാര്യത്തിലൊക്കെ ഇന്നൊരു വ്യക്തത വരുത്തും എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, സജോ ദേവസിയാണ് വിശദാംശങ്ങൾ നൽകിയത്.